രണ്ടെന്താ വെച്ചാൽ ഇതിലേക്ക് നമ്മളിപ്പോൾ ഒരു കള്ളന് വരരുത് എന്ത് ചെയ്യണം, വാതിൽ അടച്ചുവിടണം. വായിലൊക്കെ തുറന്നിട്ടിട്ട് കള്ളൻ വരരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇവിടെ ഇപ്പം സംഭവിക്കുന്നത് തന്നെയാണ്. എന്താണ് കുട്ടികൾക്ക് നൽകേണ്ടത്, എന്തൊരാവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ അവർക്ക് പ്രോത്സാഹനങ്ങൾ നൽകേണ്ടത്? അപ്പോൾ നമ്മളിപ്പോൾ കുട്ടികൾ ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയും, കഞ്ചാവ് ഉപയോഗിക്കാൻ പാടില്ല, സിഗരറ്റ് ഉപയോഗിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? അതവരെ ശാരീരികമായും മാനസികമായും ബാധിക്കും, അവരുടെ ഭാവിക്ക് ഗുണകരമല്ല എന്നാണ്. അപ്പോൾ നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണ്, ഒരു കുട്ടി പ്രണയത്തിലേർപ്പെട്ടാൽ അത് ഒരു കാര്യം ചെയ്യുമ്പോൾ കൂടുതൽ തീവ്രമാണല്ലോ, പഠിക്കാറുമ്പോൾ നല്ല പഠിക്കാൻ വേണ്ട. അപ്പോൾ തീവ്രമായൊരു പ്രണയത്തിൽ ഒരു കുട്ടി ഏർപ്പെടുന്നത് അവൻ്റെ വ്യക്തിത്വ വികാസത്തിന്, അവൻ്റെ പഠനത്തിന്, അവൻ്റെ ജീവിതത്തിൽ ബാക്കി ഒരു സക്സസ്സിന് കാരണമാവുന്നവരുണ്ട്. നമ്മൾ തിരിച്ചല്ലേ കാണാറുള്ളത്. ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ അവൻ്റെ എല്ലാം ഡിസോർഡർ ആവുകയും ചെയ്യുന്നത്. മാത്രമല്ല ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെച്ചാൽ മിക്കവാറും ആ പ്രണയങ്ങൾ വിവാഹത്തിൽ കലാശിക്കില്ല. ഈ ഭഗ്ന പ്രണയത്തിൻ്റെ ഓർമ്മകൾ തികട്ടിക്കൊണ്ടേയിരിക്കും ഒരാൾക്ക്. എന്നിട്ടോ 10-40 വർഷം കഴിഞ്ഞ് കണ്ടുമുട്ടിയിട്ട് ഇവർ ഒളിച്ചോടി പോവുക, രണ്ടാമത് കണക്ട് ചെയ്യും. ഏതെങ്കിലും ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടാവുന്നു, രണ്ടാളെയും കുടുംബവും കുട്ടിയെ വഴി. മാത്രമല്ല ഇപ്പം നമ്മൾ കോഴിക്കോട് തന്നെ കണ്ടാണ് കൊട്ടേഷൻ കൊടുത്തു എന്തിന്, ഭർത്താവിനെ കൊല്ലിക്കാൻ വേണ്ടിയിട്ട് ഈ റിലേഷൻഷിപ്പ് വന്നപ്പോൾ. അതെ, അപ്പോൾ ഈ പ്രണയത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഈ അന്ന് അവസാനിക്കുന്നില്ല, അത് പിൽക്കാലത്തും വളരെ നെഗറ്റീവായ പലപ്പോഴും ഇത്തരത്തിലുള്ള ഹിംസാത്മകമായ ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു സത്യമുണ്ട്.